എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാടുകയും പറയുകയും ചെയ്യുന്നത് ജണ്ട വരിശകൾ, ഇരട്ട വരിശകളിൽ രണ്ടാമത്തെ വരിശയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാടുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ജണ്ടം എന്ന് പറഞ്ഞാൽ രണ്ട് ഇരട്ട വരിശകൾ എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. സ്വരങ്ങളെ രണ്ടായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പാടുന്ന മെത്തേഡാണത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ജണ്ട വരിശകൾ പാടി. അതെങ്ങനെയായിരുന്നു? sa di re ga ga ma ma pa pa dha dha ni ni sa 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 ni ni dha dha pa pa ma ma ga ga re re sa 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 re re ga ga ma ma pa pa da dha ni ni sa 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 ni ni da dha pa pa ma ma ga ga re re sa 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 re re ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga re re sa 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 re re ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga re re sa sa. അതാണ് ജണ്ട വരിശകളിലെ ഒന്നാമത്തെ വരിശ. അതിൽ നമ്മൾ അതിൻ്റെ താളവടിച്ച് എങ്ങനെയാ പാടുകയാണെന്ന് പറഞ്ഞു. താളവടിച്ച് പാടേണ്ടത് സാധാരണ ജണ്ടം എന്ന് ആയതുകൊണ്ട്, രണ്ടായതുകൊണ്ട് തുടക്കത്തിലെ ഒന്നാം കാലത്തിലെ രണ്ട് സ്വരം വെച്ചാണ് നമ്മൾ അത് പാടി വരിക. sa sa ri ri ga ga ma ma pa pa dha dha ni ni sa 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 ni ni da dha pa pa ma ma ga ga re re sa sa എന്നോട് പാടി അല്ലേ? അപ്പൊ രണ്ടാം കാലത്തിൽ വരുമ്പോ sa sa re re ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga re re sa sa. ഒരടിക്ക് 4 സ്വരം വന്നു. പിന്നെ അത് മൂന്നാം കാലത്തിലായപ്പോൾ 8 സ്വരമായി. sa sa re re ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga re re sa 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 re re ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga re re sa sa. അതുപോലെ
ഇകാര മകാരങ്ങളും പാടി. ഒന്നാം കാലത്തിൽ ഒരടിക്ക് 2 സ്വരം, രണ്ടാം കാലത്തിൽ 4 സ്വരം, മൂന്നാം കാലത്തിൽ 8 സ്വരം. അത് നമ്മൾ ജണ്ടവരിശകൾ ഒന്നാമത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പാടുകയും അതെങ്ങനെ പാടണമെന്ന് പറയുകയും ചെയ്തു വിത്ത് താളം. ഇന്ന് നമ്മൾ പറയുന്നത് ജണ്ടവരിശകൾ തന്നെ കുറേ വരിശകളുണ്ട്. അത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു 5-6 വരിശ നമുക്ക് എന്തായാലും പഠിക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വരിശ. ജണ്ടവരിശകളിൽ ഓർഡർ നമ്പർ പ്രകാരം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ വരിശ 2, ജണ്ടവരിശകൾ 2. അതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത് പഠിച്ചത് സസ രീതി ഗഗ മമ പപ ദ നിനി സസ സപ്തസ്വരങ്ങളുടെ സെയിം ഓർഡറിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഹണത്തിലും അവരോഹണത്തിലും പാടിപ്പോയത്. ജണ്ടവരിശകൾ 2 അങ്ങനെയല്ല. സ സ രി രി ഗ ഗ മ മ 4 സ്വരം 2-2 പാടി. എഴുതുന്നവരാണെങ്കിൽ ആദ്യം 2 വര വരച്ച് സ സ രി രി ഗ ഗ മ മ എന്നെഴുതുക. അപ്പോൾ താളം പകുതിയായി. 1 വര വരയ്ക്കുക. പിന്നെ റിയിൽ തുടങ്ങുക. രീന്ന് വീണ്ടും താഴേക്ക് വന്ന് റിയിൽ തുടങ്ങുക. രി രി ഗ ഗ മ മ പ പ 2 വര വരയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ലൈൻ കഴിഞ്ഞു. അടുത്ത ലൈൻ 2 വര വരയ്ക്കുക. ഗ ഗ മ മ പ പ ധ ധ 1 വര വരയ്ക്കുക. താളം പകുതിയായി. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ സായി തുടങ്ങി. അടുത്തത് നമ്മൾ രീന്ന് മുകളിലേക്ക് പോയി. പിന്നെ വീണ്ടും താഴേക്ക് വന്ന് ഗായിന്ന് മുകളിലേക്ക് പോയി. അപ്പോൾ ഗ ഗ മ മ പ പ ധ ധ ഗ ഗ മ മ പ പ ധ ധ 1 വര വരയ്ക്കുക. പിന്നെ വീണ്ടും മായിലേക്ക് വരിക. പിന്നെ മ മ പ പ ധ ധ നീ നീ. അതിനുശേഷം 2 വര വരയ്ക്കുക. അത് ഞാൻ വീണ്ടും തുടങ്ങുന്നത് പിന്നെ പായിലാണ് തുടങ്ങേണ്ടത്. അടുത്ത വീണ്ടും മൂന്നാമത്തെ ലൈൻ 2 വര വരയ്ക്കുക. പ പ ധ ധ നീ നീ സ സ മുകളിലത്തെ സ 1 വര വരയ്ക്കുക. താളം പകുതിയായി. പിന്നെ നമ്മൾ മുകളിലത്തെ സ നമ്മളെത്തി. സ സ ഇനി ആ സായിന്ന് ഡിസെൻഡിങ് കൊടുത്ത് താഴേക്കാണ് വരേണ്ടത്. സ സ നീ നീ ധ ധ പ പ 2 വര വരയ്ക്കുക. അപ്പോൾ മൂന്നാമത്തെ ലൈൻ കഴിഞ്ഞു. അടുത്ത 4ാമത്തെ ലൈൻ മുകളിലത്തെ സായി എന്നാണ് നമ്മളിപ്പോൾ തുടങ്ങിയത്. പിന്നെ അടുത്ത് അതിൻ്റെ തൊട്ട് താഴത്തെ നോട്ട് നീയിൽ തുടങ്ങുക. 2 വര വരയ്ക്കുക. നീ നീ ധ ധ പ പ മ മ 1 വരയ്ക്കുക. 1 വര വരയ്ക്കുക. അതിൻ്റെ ബാക്കി പിന്നെ ധായിൽ തുടങ്ങുക. ധ ധ പ പ മ മ ഗ ഗ 2 വര വരയ്ക്കുക. പിന്നെ വീണ്ടും അടുത്ത തുടങ്ങുന്ന അടുത്ത 2 വര വരയ്ക്കുക. പ പ മ മ ഗ ഗ രി രി 2 വര വരയ്ക്കുക. 1 വര വരയ്ക്കുക. ഒന്നുകൂടെ പറയാം. ഇപ്പൊ ലാസ്റ്റ് ലൈൻ ആദ്യം 2 വര വരയ്ക്കുക. പ പ മ മ ഗ ഗ രി രി. താളം പകുതിയായി. 1 വര വരയ്ക്കുക. മ മ ഗ ഗ രി രി സ സ 2 വര വരയ്ക്കുക. അപ്പോൾ ആ ലെസൺ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ആദ്യത്തെ സായിന്ന് തന്നെ സായിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ സ സ. മുകളിലെത്തി. ഇനി താഴേക്ക് സ സ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. അതാണ് ജണ്ടവരിശകൾ 2ാമത്തെ ലെസൺ. അപ്പോൾ നമ്മളതൊന്ന് പാടി നോക്കാം ആദ്യം എങ്ങനെയാണ്. അതിനുശേഷം താളത്തെ കുറിച്ച് പറയാം. അപ്പോൾ ഫസ്റ്റ് ലൈൻ സ സ രി രി ഗ ഗ മ മ മാവരെത്തി. പിന്നെ വീണ്ടും താഴേക്ക് വന്ന് താഴത്തെ രീയിലേക്ക് വരിക. പിന്നെ രീ എന്നാണ് നമ്മൾ തുടങ്ങുക. രി രി ഗ ഗ മ
മാ പ പ. അതവിടെ കഴിഞ്ഞു. പിന്നെ അത് വിട്ടിട്ട് വീണ്ടും ഗായിൽ വീണ്ടും താഴേക്ക് വരിക, ഗായിലേക്ക് വരിക. ഗ ഗ മ മ പ പ ധ ധ. അവിടെ നിർത്തുക. അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് വരിക, മായിലേക്ക് വരിക. മാ മാ പ പ ധ ധ നീ നീ. അത് കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് പായിലേക്ക് വരിക. പ പ ധ ധ നീ നീ സ സ. മുകളെത്തി. അപ്പം സ സ രീ രി ഗ ഗ മ മ. വീണ്ടും താഴേക്ക് രീന്ന് തുടങ്ങുക. രീ രി ഗ ഗ മ മ പ പ. അത് നിർത്തിയിട്ട് ഗായും തുടങ്ങുക. ഗ ഗ മ മ പ പ ദ ദ. നിർത്തി. അടുത്ത മായും തുടങ്ങുക. മാമ പ പ ദ ധ നീ നീ. അടുത്ത പായും തുടങ്ങുക. പ പ ധ ധ നീ നീ സ സ. മുകളിലെത്തി. ഇനി മുകളിൽ നിന്ന് താഴേക്കാണ് വരേണ്ടത്. സ സ നീ നീ ധ ധ പ പ. സ സ നീ നീ ധ ധ പ പ. അടുത്ത നീയിലേക്ക് പോവുക. നീന്ന് താഴേക്ക് വരിക. നീ നീ ധ ധ പ പ മ മ. പിന്നെ ധായിലേക്ക് പോവുക. ധായും താഴേക്ക് വരിക. ധ ധ പ പ മ മ ഗ ഗ. പിന്നെ പായിലേക്ക് പോവുക. പായും താഴേക്ക് വരിക. പ പ മ മ ഗ ഗ രി രി. പിന്നെ മായിലേക്ക് പോവുക. മാ മാ ഗ ഗ രി രി സ സ. അങ്ങനെയാണ് രണ്ടാമത്തെ വരിശകൾ. അതൊന്നുകൂടെ പാടിയിട്ട് താളമടിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. മൊത്തം 5 ലൈനാണ് അതിനകത്ത് വരിക. 1 2 3 4 5 ലൈനാണ് വരിക. സ സ രി രി ഗ ഗ മാമ, രി രി ഗ ഗ മാമ പാപ്പ ഫസ്റ്റ് ലൈൻ, ഗ ഗ മാമ. അങ്ങനെ 5 ലൈനായിട്ടാണ് വരിക. ആദ്യം 2 വര, താളം പകുതിയായാൽ 1 വര, അവസാനം 2 വര. അങ്ങനെ നോക്കുമ്പോൾ 5 ലൈനായിട്ടാണ് വരിക. ഓക്കെ, അത് 5 താളം. 5 ലൈനിൽ നിന്ന് 5 താളത്തിലെ വരിക. ആദ്യത്തെ 2 വര താളം തുടങ്ങി, ഇടയ്ക്ക് വരുന്ന 1 വര താളം പകുതിയായി, ആ ലൈൻ്റെ അവസാനം വരുന്ന 2 വര താളം അവസാനിച്ചു. അപ്പോൾ താളം തുടങ്ങി, പകുതിയായി, അവസാനിച്ചു. അങ്ങനെ 5 താളമാണ്. ആ ഒരൊറ്റ ലെസണിൽ നമ്മൾ 5 പ്രാവശ്യം താളം അടിക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് പാടാം. പാടിയിട്ട് താളം അടിച്ച് കാണിക്കാം. സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ. അത് നമ്മൾ ആദ്യം പാടി ഒന്നാമത്തെ വരിശ. ഇനി രണ്ടാമത്തെ ഓർഡർ നോക്കിക്കോളൂ. സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. അതാണ് ജണ്ടപരിശകൾ. 2
അവൻ താളോടിച്ച് പാടാം. ഒരടിക്ക് 2 സ്വരം വീതം. ഒന്നാം കാലമാണ് പാടുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ജണ്ടവരിശകൾ ഒന്നാം കാലത്തിൽ തന്നെ നമ്മൾ ഒരടിക്ക് 2 സ്വരമാണായിട്ടാണ് പാടുക. സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ സ. ഒന്നുകൂടെ പാടുകയാണ്. സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. അതാണ് ജണ്ടവരിശകൾ. രണ്ടാമത്തത് ഒന്നാം കാലം. ജണ്ടവരിശകൾ രണ്ടാമത്തത് ഒന്നാം കാലത്തിൽ പാടുന്നത് ഒരടിക്ക് 2 സ്വരം വീതം. ഓക്കെ, സാറി പറയുന്നെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. നല്ലപോലെ ശ്രദ്ധിച്ചോണം. നല്ലപോലെ ശ്രദ്ധിച്ച് നല്ലപോലെ മനസ്സിലാക്കി അത് പാടിക്കോണം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ഒന്നാമത്തെ വരിശകൾ 3 കാലങ്ങൾ 2, 1, 2, 3, 2, 4, 8 സ്വരങ്ങൾ വെച്ച് അത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഈ രണ്ടാമത്തതൊന്ന് നല്ലപോലെ പാടി ഒന്ന് ഉറച്ചിട്ട് മാത്രം നമുക്ക് സ സ സ സ ഡി ഡി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ അങ്ങനെ അതിലേക്ക് പോവാം. ഓക്കെ, അപ്പം സെയിം ഓർഡർ സെയിം ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ അതേ കാലങ്ങളുടെ ഓർഡർ എല്ലാം സെയിം ആണ്. ഒന്നാം കാലത്തിൽ 2 സ്വരമാണെങ്കിൽ 4ാം കാലത്തിൽ ഓട്ടോമാറ്റിക്കലി അത് അതിന്റെ ഇരട്ടി 4 സ്വരമായിട്ട് വരും. സ സ രി രി ഉണ്ടോ? സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ. അങ്ങനെ അതിന്റെ ഇരട്ടി സെയിം ഓർഡർ. നമ്മൾ ആദ്യം പറഞ്ഞു വരുന്നത് അതിന്റെ എല്ലാം സെയിം ഓർഡറാണ് വരിക. ഒരു വ്യത്യാസമില്ല. നമ്മൾ ഒന്നാമത്തെ വരിശകൾ എങ്ങനെയാണോ പറഞ്ഞോ അതിന്റെ അതേ കാലത്തിന്റെ ഓർഡർ എല്ലാം സെയിം ആയിരിക്കും. നമ്മൾ സ്പീഡ് കൂടുമ്പോൾ 1ാം കാലം, 2ാം കാലം, 3ാം കാലം പാടുന്ന എല്ലാം സെയിം ഓർഡർ തന്നെയാണ് വരിക. ഒരു വ്യത്യാസവും വരില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് പറയുന്നതായിരിക്കും. 2, 4, 8 1ാം കാലം, 2ാം കാലം, 3ാം കാലം ഈ ഓർഡർ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളുക. അപ്പം നമ്മൾ ഒന്നാമത്തതും രണ്ടാമത്തതും ഇപ്പം നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അത് നല്ലപോലെ ആദ്യം ആ ഓർഡറിൽ തന്നെ നോട്ട് എഴുതി വെച്ച് വൃത്തിയായിട്ട്
സാർ ആ 2 വര 1 വര 2 വരയൊക്കെ പറയുന്നല്ല അതുപോലെ തന്നെ എഴുതി, അതുപോലെ നല്ലപോലെ വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് നല്ലപോലെ കേട്ട് താളമടിച്ച് സ്വരസ്ഥാനങ്ങൾ തെറ്റാതെ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ അതിനകത്തുണ്ടാവും. വാട്സപ്പ് നമ്പർ എൻ്റെ വാട്സപ്പിലൂടെ പലരും ഇപ്പം നമ്മളെ അങ്ങനെ വിളിക്കുകയും കോൺടാക്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അവർക്കെല്ലാം നമ്മൾ കഴിയുന്ന രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കുകയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് അടുത്ത ക്ലാസ്സിലേക്ക് റെഡിയാവും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ 2ഉം 3ഉം കാലങ്ങളും അടുത്ത 3ാമത്തെ വരിശയെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പാടുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.